ലിപ്പോസെക്ഷൻ ചെയ്താൽ തടി കുറയും, ഫിഗർ സെറ്റ് ആവും എന്നും കരുതി സർജറി ചെയ്യാൻ നിൽക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ പറയണ 5 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പണി കിട്ടും. ഒന്നാമത്തെ കാര്യം ഫാറ്റ് റീഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് ലിപ്പോ ചെയ്ത് വയറിലെ ഫാറ്റ് കളഞ്ഞാൽ ആ ഭാഗത്തെ ഫാറ്റ് സെൽസ് പോകും. പക്ഷേ സർജറിക്ക് ശേഷം നിങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള ഫാറ്റ് നിങ്ങളുടെ ലിവറിനും ഹാർട്ടിനും ചുറ്റും, അതായത് വിസറൽ ഫാറ്റ് ആയിട്ട് അടിഞ്ഞുകൂടും. രണ്ടാമത്തെ കാര്യം സീറോ മെറ്റബോളിക് ഇമ്പാക്റ്റ് ആണ്. ലിപ്പോ ഒരു കോസ്മെറ്റിക് ഫിക്സ് മാത്രമാണ്. എക്സസൈസ് ചെയ്ത് തടി ഉറക്കുമ്പോൾ നിങ്ങൾക്ക് BP കുറയും, നിങ്ങളുടെ ഷുഗർ ലെവൽ മാറും, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടും. എന്നാൽ ലിപ്പോ ചെയ്താൽ നിങ്ങളുടെ ബോഡി പുറമെ മെലിഞ്ഞാന്ന് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മെറ്റബോളിക് റേറ്റ് ഒന്നും കൂടുന്നില്ല. മൂന്നാമത്തെ കാര്യം സർജിക്കൽ കോംപ്ലിക്കേഷൻസ് ആണ്. അതായത് സ്കിന്നിന്റെ അടിയിൽ നമ്മൾ ഫ്ലൂയിഡ് കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് സെറോമ. അതേപോലെ തന്നെ സ്കിന്ന് ഡെഡ് ആവുന്ന ഒരു കണ്ടീഷനാണ് സ്കിൻ നെക്രോസിസ്. എല്ലാത്തിലും മെയിൻ ആയിട്ട് ഫാറ്റ് എംബോളിസം ആണ് ഏറ്റവും ഡേഞ്ചർ. അതായത് ചില ആൾക്കാരിൽ ഫാറ്റ് നമ്മളെ ബ്ലഡിൽ മിക്സ് ആവുന്ന ഒരു കണ്ടീഷനാണ് ഇത്. നാലാമത്തത് ലൂസ് സ്കിൻ ആൻഡ് മസിൽ ആണ്. അതായത് വയറിലെ ഫാറ്റ് മെഷീൻ വെച്ച് വലിച്ചെടുക്കാം, പക്ഷെ അവിടെ മസിൽ ഉണ്ടാക്കാൻ സർജറിക്ക് കഴിയൂല. പ്രത്യേകിച്ച് 30 വയസ്സ് കഴിഞ്ഞവർ ലിപ്പോ ചെയ്താല് ഫാറ്റ് പോയ സ്ഥലത്ത് സ്കിൻ ഒരു ബലൂണിൽ കാറ്റ് കഴിഞ്ഞ പോലെ തൂങ്ങി കിടക്കും. എന്നാ വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾ ഫാറ്റ് കുറച്ചാല് നിങ്ങളെ സ്കിന്ന് ടൈറ്റ് ആവും, നല്ല ബോഡി ഷേപ്പ് ആവുകയും ചെയ്യും. അഞ്ചാമത്തെ പോയിന്റാണ് മെയിൻ ആയിട്ടുള്ളത്. അതായത് ലിപ്പോ ചെയ്ത ഭൂരിഭാഗം ആൾക്കാരും വീണ്ടും വീണ്ടും സർജറി ചെയ്യുന്നുണ്ട്. കാരണം ഈ സ്വന്തം ബോഡിനെ സ്നേഹിക്കാണ്ട് ഇവർ ഷോർട്ട് കട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഒരിക്കലും ഒരു ആക്ച്വൽ കോൺഫിഡൻസ് കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കാം നിങ്ങൾക്ക് ഷോർട്ട് കട്ട് വേണോ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണോ എന്നുള്ളത്.